അച്ചായന്റെ ഒരു ഓഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു പക്ഷേ അതിന്റെ നിജസ്ഥിതി അറിയുന്നത് വരെ ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് ആ നിജസ്ഥിതി പുറത്തു വന്നു എന്നുള്ളതാണ്. ഒരു കോളേജ് ഉദ്ഘാടനത്തിനോ ഒരു പ്രോഗ്രാമിനോ അച്ചായനെ ക്ഷണിക്കപ്പെടുന്നു. ക്ഷണിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്, അവരുടെ കോളേജ് യൂണിയനിലുള്ള ഒരു പെൺകുട്ടി. അവരോടാണ് അച്ചായൻ ഇങ്ങനെ ഒരു ശബ്ദം സന്ദേശം അയച്ചത് എന്നുള്ളതാണ് ആ കോളേജിലുള്ള പെൺകുട്ടികൾ അവകാശപ്പെടുന്നത്. എത്രത്തോളം ശരിയാണ് എന്ന് എനിക്കറിയില്ല. എന്നാലും ഇന്ന് ഒരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിൽ എൻ്റെ കസറ്റ് എന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിലാണ് വരുന്നത്. എൻ്റെ കസറ്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയല്ല എന്ന് എനിക്കറിയാം. കാരണം ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു പയ്യൻ അവൻ നുണ പറഞ്ഞതാണെന്നും അവൻ പെണ്ണ് കേസിലെ പ്രതിയാണെന്നൊക്കെ പറഞ്ഞ് നുണകൾ പ്രചരിപ്പിച്ച ഒരു വ്യക്തിയും കൂടിയാണ് എൻ്റെ കസറ്റ് എന്ന് ആ ഒരു മനുഷ്യൻ. പൊന്നാനിക്കാരനാണ്, നമ്മുടെ അടുത്താണ്, പക്ഷെ നേരിട്ടൊന്നും പരിചയമില്ല. അപ്പൊ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹമാണ് സ്റ്റോറി ഇടുന്നത്. സ്റ്റോറിയിൽ പറയുന്ന കാര്യങ്ങൾ ആദ്യം നമുക്കൊന്ന് കേൾക്കാം. എന്നതിന് ശേഷം ആ വോയിസ് മാതിരി സിമിലർ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു പറയുന്നത്. അപ്പൊ ഇതാണെന്ന് അവർക്ക് ഉറപ്പില്ലേ ചോദിക്കട്ടെ. പക്ഷെ നമുക്ക് വേണ്ടൊരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു മെസ്സേജ്, ഒരു വോയിസ് അയച്ചപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ട് പ്രശ്നമുണ്ടാക്കിയില്ല എന്നൊരു ചോദ്യം ഉണ്ടാവും. ആ കോളേജിലുള്ള വിദ്യാർത്ഥിനികൾ പ്രശ്നമുണ്ടാക്കുകയും അച്ചായന്റെ ഓഫീസിൽ പോയി പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പക്ഷെ ഏതാണ് ആ കോളേജ് എന്നും ഏതാണ് ആ വർഷം എന്നൊന്നൊക്കെ പറഞ്ഞു തന്നാലും ഒന്നുകൂടി ഉപകാരമായേനെ. ബാക്കിയും കൂടി ഒന്ന് കേൾക്കാം. എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്കറിയില്ല. എന്നാലും ഒരു പെൺകുട്ടി ഇതാ ഇങ്ങനെ സംസാരിച്ചു എന്ന് പറയുമ്പോൾ നമുക്കത് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം കോളേജിലുള്ള എല്ലാവരും അദ്ദേഹത്തിന്റെ അടുത്ത് പോയി, അതിൽ കോളേജിലുള്ള പിള്ളേർ അവിടെ പോവുകയും യൂണിയനിലുള്ള പിള്ളേർ അവിടെ പോവുകയും അതിൽ സംസാരിച്ച് കോംപ്രമൈസ് ആക്കി എന്നൊരു കാര്യം പറയുന്നത്. ഓക്കെ, കോംപ്രമൈസ് ആക്കിയ ഒരു കാര്യമാണ് വീണ്ടും അത് പുറത്തേക്ക് വരുന്നു. എന്നാൽ ഇനി കാണാൻ പോകുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും ഞാൻ ഈ വീഡിയോ കൊണ്ട് അച്ചായൻ ചെയ്യുന്ന ചാരിറ്റി മോശമാണെന്നോ അച്ചായൻ ഇനി ആ ചാരിറ്റികൾ നിർത്തണമെന്നല്ല കേട്ടോ. അയാൾ ഒരുപാട് ആളുകളുടെ കണ്ണുനീര് തുടച്ച മനുഷ്യനാണ്, ഒരുപാട് ആളുകൾ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനോട് അത്തരം കാര്യങ്ങളിൽ എനിക്ക് റെസ്പെക്ട് ഉണ്ട്. പക്ഷെ നമ്മൾ എല്ലാ കാര്യം കൂടിയും ചേർത്ത് വായിക്കണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ടുള്ളത്, അദ്ദേഹം ഒരു സ്ത്രീ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് അയാൾക്ക് നല്ല തല്ലി, ഓക്കെ, അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി തല്ലിയ ഒരു കഥയും കൂടി നമ്മൾ കേൾക്കുന്നു. എത്രത്തോളം വിശ്വസനീയമാണെന്ന് എനിക്കറിയില്ല. ഒരു വീഡിയോയും കൂടി ഞാൻ കേൾപ്പിക്കാം. അതിനുശേഷം നമുക്ക് അച്ചായൻ പറഞ്ഞ കുറച്ച് കാര്യം കൂടി സംസാരിക്കാനുണ്ട്. നാട്ടിൽ മൊത്തം ടോണിച്ചായന്റെ കുറെ വിശേഷങ്ങളാണ്. ഞാൻ പണ്ടേ ഇവളോട് ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു വീഡിയോ എടുത്ത് ചെയ്യാന്നുള്ള കാര്യം. അവിടെ പറഞ്ഞാൽ വേണ്ട, വിട്ടുകളാ. ഈവൻ ചാരിറ്റി ഒക്കെ ചെയ്യുന്നൊക്കെ എന്തോ ആയിക്കോട്ടെ. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു ഇപ്പം എന്നും കുടുങ്ങുമെന്നുള്ളൂ. വേറെ വേറെ ആരും അല്ല. ഇപ്പം ഇവള് ആങ്കറാണ്, MC ആണ്. അപ്പം പലപ്പോഴും വർക്കിന് പോവും. അപ്പൊ നീ ടോണിച്ചാന്റെ ഇവിടുത്തെ വർക്കിന് പോയിട്ടുണ്ടല്ലോ, നാല് പുള്ളി അവരുടെ ഇതിനകത്ത്. അപ്പം എപ്പോഴാണ് നിനക്ക് മെസ്സേജ് അയച്ച ആള്? മൂന്നാമത്തെ ഇവന്റ് കഴിഞ്ഞു. എന്തോ അയച്ചേ? തൊലി അങ്ങ് ഉരിഞ്ഞ് നമ്മളത് എന്തോ നമ്മുടെ തൊലി ഉരിഞ്ഞു പോകും. അത് പറഞ്ഞിട്ട് വേറെ നീ അവിടെ മറ്റേ പരിപാടി കഴിയുമ്പോ എന്തോ അച്ഛന്റെ ഫോണോ എന്തോ ടിവിയോ, കുടുംബസംഗമത്തിന് കുറെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ വേണം, എടുത്തോ കറി വെച്ചോ. ഞാൻ അല്ലെങ്കിൽ അങ്ങനെ കോഴിത്തര സഹിക്കാൻ വയ്യ. അപ്പൊ ഇനിയിപ്പോ TV ഒക്കെ എടുത്ത് വെച്ചിട്ട് അപ്പൊ എന്റെ അടുത്ത് മറ്റേ ക്യാമറ ടീമിലുള്ള പറഞ്ഞായിരുന്നു. എന്റെ ക്യാമറ ടീമിലുള്ള പറഞ്ഞായിരുന്നു, എന്റെ പൊന്നു ചേച്ചി എന്താണെങ്കിലും ഇങ്ങനെ കോഴിത്തരം കാണിക്കും. ആ സൈഡിൽ ഒരു 54 ഇഞ്ചിന്റെ 42 ഇഞ്ചിന്റെ TV അതെടുത്ത സൈഡിൽ വീട്ടിൽ കൊണ്ടുപോകാൻ നോക്ക്. അത് വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും അങ്ങേര് കോഴിത്തരം കാണിക്കും. ഈ പറഞ്ഞ ഫേസ്ബുക്കിൽ നിന്ന് കുറെ ആളുകൾ മറ്റേ കൂടുവിട്ട് ഇൻസ്റ്റാഗ്രാമിലോട്ട് വന്നപ്പോഴത്തേക്കിന് ഈ അവന്റെ സംസാരം കേട്ടാലേ അറിയാം ഈ പറയുന്ന രീതിയിലുള്ള പാന്റും ചുമന്ന ഷർട്ടും കിളിപ്പച്ച ഷൂവും അതില് ഫെയർ ആൻഡ് ലവ്ലിയുടെ മുകളിൽ പൗഡറും വിത്ത് ഐ ഷാഡോ ആൻഡ് ലിപ്സ്റ്റിക്. ഞങ്ങള് വീട്ടിൽ ആരെ കൊച്ചു പിള്ളേരെ പൗഡർ ഇട്ട് ഇറക്കുന്ന പോലെ ഞങ്ങള് വീട്ടിൽ വന്നിരുന്ന് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പണ്ട് ഇവള് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഒരു വർഷം മുന്നേ ആ സമയത്ത് ഇവളെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങേറെ ഈ കുടം ഇങ്ങനെ ഫ്ലെക്സ് ഒക്കെ കാണും, ഇവ അതിന്റെ മോനെ ഇവൻ ഇങ്ങനെ ാന്നും പറയുമായിരുന്നു ഇവള്. നമ്മളത് വിട്ടാ കഴിഞ്ഞു. ഇപ്പൊ എല്ലാരും കുത്തിപ്പോക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഓർക്കുന്നത്. ഇവള് എന്തുകൊണ്ട് നിന്നോട് അയച്ചത്? എന്തോ ഇഷ്ടമായിട്ടാ നിനക്ക് മെസ്സേജ് അയക്കുന്നത്, നീ എവിടെ അടി പക്ഷെ ഇങ്ങനത്തെ സൗണ്ട് അല്ല. ഓക്കെ, ഓരോ ആളുകൾ ഓരോ ദിവസവും ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അച്ചായൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ കുറച്ച് വൃത്തികേടുകൾ കാണിച്ചു എന്ന് പറയുന്ന കോളേജ് കുട്ടികളോട്, ഒരു കോളേജ് പെൺകുട്ടിയോട് മോശമായി പെരുമാറി, ഏതൊരു സ്ത്രീയോട് മോശമായി പെരുമാറിയതിന്റെ ഭാഗമായിട്ട് തല്ല് കിട്ടി വേറൊരു വ്യക്തി വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് ഇത്രമാത്രം ജനങ്ങൾ നിൽക്കുന്നത്. നമുക്ക് മറ്റുള്ള ആളുകളുടെ കണ്ണുനീര് തുടക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ തുടയ്ക്കുന്ന ആളുകളെ ചവിട്ടി താഴ്ത്താൻ പാടില്ല എന്ന് പറയുന്നൊരു വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷെ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കുക കൂടി വേണം. നമ്മൾ നന്മകൾ ചെയ്യുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യണം. അതിന്റെ അപ്പുറത്തേക്ക്
മോശപ്പെട്ട കാര്യങ്ങൾ, തിന്മകൾ ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. അച്ചായൻ പറഞ്ഞത്, ഞാൻ ഇനി ഈ ഒരു പരിപാടി ചെയ്യുന്നില്ല. ഏറ്റവും അവസാനം 10 ലക്ഷം രൂപ ഒരു ആൾക്ക് കൊടുത്തു, അത് കഴിഞ്ഞ് ഞാൻ ഈ പരിപാടി അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. സൈബർ ബുള്ളിങ് കാരണമാണ് എന്നാ പറയുന്നത്. ഈ സൈബർ ബുള്ളിങ് എന്നൊരു സാധനം കണ്ട് പേടിച്ചോടേണ്ട ഒരു മനുഷ്യനല്ല നിങ്ങൾ. പക്ഷെ ഊളത്തരം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒളിച്ചോടുക തന്നെ വേണം. നാളെ ആളെ സഹായിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി നാളെ ആളെ സഹായിക്കുക, അതിൻ്റെ ഒപ്പം ചൂഷണം ചെയ്യുന്ന പരിപാടി ചെയ്യരുത്. ഇപ്പൊ ചില ആളുകൾ വരും കമന്റുമായിട്ട്, നീ ആരെയും സഹായിക്കുന്നില്ല, നിനക്ക് എന്ത് യോഗ്യതയാണ് സംസാരിക്കാനുള്ളത് എന്നുള്ളത്. ഞാൻ മുന്നേ തന്നെ എൻ്റെ വീഡിയോയിലൊക്കെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്, ഞാൻ കഴിവില്ലാത്ത 2 കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ വരുന്ന പണം കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ ആ ഒരു സാമ്പത്തികമായ സഹായം ചെയ്യുന്നതൊന്നും വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അച്ചായൻ വീഡിയോ എടുക്കുന്നതിന് തെറ്റുണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അദ്ദേഹം അത് ചെയ്യുമ്പോൾ, അത്രമാത്രം ജനങ്ങളിലേക്ക് അത് എത്തുമ്പോൾ, അത് കണ്ട് ഇൻസ്പയർ ആയിട്ട് കുറെ ആളുകൾക്ക് സഹായിക്കാൻ തോന്നുന്നുണ്ട് എങ്കിൽ അത് വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൂടാതെ ഇത് അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ വളർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണല്ലോ പണം എടുത്തു കൊടുക്കുന്നത്, ജനങ്ങളുടെ കയ്യിൽ നിന്നല്ലല്ലോ എടുത്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ പക്ഷെ ഞാനതൊരു വീഡിയോ എടുക്കുന്നില്ല, ഇന്ന ആൾക്കാർ കൊടുത്തുന്ന മുഖവും കാണിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ആ ഒരു ഡിഫറൻറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ അത്രക്ക് വലിയൊരു മനുഷ്യനൊന്നുമല്ല, സാധാരണക്കാരനാണ്. എന്നാൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും പുണ്യാളനാണെന്ന് പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. നന്മകൾ ചെയ്യുന്നതിനെ ചൂണ്ടിക്കാണിക്കാതിരിക്കാനും കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ ധർമ്മസങ്കടത്തിലാണ് സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിനെ ആക്രമിക്കുന്നുണ്ട്, ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ആ ഒരു നന്മയെ കുറിച്ചിട്ടാണ് ഞാൻ കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. ഇവിടെ തിന്മയെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ എടുക്കുന്ന ജോലിയിൽ ആത്മാർത്ഥത കാണിക്കാതിരിക്കാൻ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി തിരുസന്ദീപ് പോൾ സൈനിങ് ഓഫ്.